പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എനിക്കത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ ദൈവജനങ്ങളെ, നിങ്ങളെല്ലാവരെയും ഈ ആണ്ടുവട്ടത്തിലെ 13ാമത്തെ ഞായറാഴ്ചയിലേക്കുള്ള വചന ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ഞായറാഴ്ച ജൂൺ 30, 2024 എത്തിയിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കാം. ദൈവത്തിൻ്റെ വചനങ്ങൾ നല്ലൊരു നിലമായി നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനിട വരട്ടെ. അതുവഴി ഒത്തിരി ദൈവരാജ്യ ഫലങ്ങൾ നമ്മളിൽ മുളയ്ക്കാൻ, അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചു കൊടുക്കാൻ, മറ്റുള്ളവർക്ക് ഒരു ആശ്രയം സങ്കേതമായി തീരുവാനായിട്ട് ദൈവം നമ്മളെ സമർത്ഥമായിട്ട് ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ആമേൻ. ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടാവും, തമ്പുരാൻ്റെ അമ്മയെന്നൊക്കെ മാറ്റിയിട്ട് നമുക്ക് ദൈവത്തിൻ്റെ അമ്മയെന്ന് വിളിച്ച് പഠിക്കാം. അതുവഴി നമുക്ക് കൂടുതൽ പരിശുദ്ധ ആത്മാവിൻ്റെ നിറവ് കിട്ടും, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടും. അപ്പോൾ നമുക്ക് ദൈവത്തിനോട് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉയർത്താൻ നോക്കണം. ദൈവകാര്യങ്ങൾ പറയാനായിട്ട് നല്ല ആത്മാവിൻ്റെ നിറവാണ് നമുക്ക് വേണ്ടത്. ആത്മാവിൻ്റെ നിറവ് കുറയുമ്പോഴാണ് ദൈവകാര്യം പറയാൻ നമുക്ക് മടി തോന്നുന്നത്. അപ്പോൾ ആത്മാവ് എന്നുകൊണ്ട് നിറയണം. എൻ്റെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. അപ്പോൾ നമുക്ക് ആത്മാവിനെ കിട്ടാൻ സുഖമാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വചനം ആത്മാവും ജീവനുമാണെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ ദൈവവചനത്തിനോടൊരു പ്രത്യേക സ്നേഹത്തോടുകൂടി കാണണം, പ്രത്യേക ഒരു താല്പര്യത്തിനും. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വരട്ടെ എന്ന് പറയുന്ന ഈശോയുടെ ആ വചനം അനുസരിച്ച് നമ്മൾ നല്ല ദാഹത്തോടുകൂടിയാണ് വചനത്തിനെ സ്വീകരിക്കേണ്ടത്, പ്രാർത്ഥനയോടുകൂടി. അല്ലാണ്ട് ഒരു വിമർശനാത്മകമായ ബുദ്ധിയാണെങ്കിൽ അതൊരു പൈശാചികം പീഡ കൊണ്ടാണ് നമുക്കത് സംഭവിക്കുന്നത്. എന്താണ് ഈ പറയണത്, എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടണം എന്നൊക്കെ പറഞ്ഞുള്ള പ്രാർത്ഥനയോടുകൂടി കേൾക്കണം. ഈശോയെ എന്നെ സഹായിക്കണേ, ഈശോയെ ഈ മകനെ അനുഗ്രഹിക്കണമേ, അല്ലെങ്കിൽ ഈശോയെ ഈ അച്ഛനെ അനുഗ്രഹിക്കണമേ, ഈശോയെ ഈ അച്ഛൻ സംസാരിക്കുന്നതിലൂടെ നീ എനിക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തന്നെ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രാർത്ഥന മനോഭാവം നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 13ാമത്തെ ഞായറാഴ്ചയല്ലേ ദൈവവചനത്തിലോട്ട് നമുക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ വായനയായിട്ട് പരിശുദ്ധ അമ്മ നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ സഭാമാതാവ് നമുക്ക് തരുന്നത് വിജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായം 1, 13 മുതൽ 15 വരെയും, 2-ാം അധ്യായം 21 മുതൽ 24 വരെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞു വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ഒരിക്കലും നമുക്ക് മരണം ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയുന്നത്. ദൈവം ഒരിക്കലും നമുക്ക് മരണം ഉണ്ടാക്കിയിട്ടില്ല. മരണം ഇവിടെ വന്നു ചേർന്നത് അവസാനം പറയണത് എങ്ങനെയാണ്, ഈ 2-ാം അധ്യായം 23, 24 പറയണത് എങ്ങനെയാണ്, ദൈവം മനുഷ്യനെ അനശ്വരനാക്കി സൃഷ്ടിച്ചു. പക്ഷേ തൻ്റെ ഛായയിൽ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. പക്ഷേ പിശാചിൻ്റെ അസൂയ നിമിത്തം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. വിജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23 മുതൽ 24 വചനങ്ങൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നതാണ്, പിശാചിൻ്റെ അസൂയ നിമിത്തം. അവൻ അസൂയുള്ളവനാണല്ലോ. അതായത് ഒരാൾ വലുതാണ്, ഒരാളിന് ഇഷ്ടമല്ല, അതാണ് അസൂയ എന്ന് പറയുന്നത്. അപ്പം ഇവൻ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടത്, അല്ലെങ്കിൽ മാലാഖഗണത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. അതാണ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 12 പഠിപ്പിക്കുന്നത്. അപ്പോൾ പിശാചിൻ്റെ അസൂയ എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ വളരരുത്, നന്നാകരുത് എന്ന് പറയുന്ന ഒരു ദുരാത്മാവിൻ്റെ പ്രവർത്തനം ഈ ലോകത്തിലുണ്ട്. ഞാൻ നന്നാകണം അല്ലെങ്കിൽ നീ നശിക്കണം എന്നാണ് പറയണമെങ്കിലും അവസാനം എല്ലാവരും നശിക്കും. കാരണം പിശാചെന്ന് പറഞ്ഞവൻ എപ്പോഴും നരകത്തിലാണ്, അവൻ്റെ വാസം നരകത്തിലാണ്, നരകത്തിലേക്ക് പുറന്തള്ളപ്പെട്ടവനാണ്. നമ്മളെയും കൂടി, ദൈവമക്കളായ നമ്മളെയും കൂടി വലിച്ചിഴച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നവനാണ് പിശാചെന്ന് ഓർത്തേക്കണം. അതിനാണ് ഈശോയുടെ വന്നത്. ഈശോയുടെ ഈ ലോകത്തിലേക്ക് മനുഷ്യരൂപമെടുത്ത് വന്നത് നമുക്കൊരു വഴിയും സത്യവും ജീവനും കാണിച്ചു തരാനാണ്. യോഹന്നാൻ 14:6. അതനുസരിച്ച് ആ വഴിയനുസരിച്ച് നമ്മൾ പോയില്ല എങ്കിൽ, ഈശോയെ വിശ്വസിച്ചില്ല എങ്കിൽ, ഈശോയുടെ വചനത്തിന് പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ, നമ്മൾ ഇപ്പം മറ്റുള്ളവരൊക്കെ കാണിക്കുന്ന പോലെ നമുക്കൊരു വിശ്വാസം കിട്ടിയ മക്കളാണ്. നമുക്ക് യേശുവിൽ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്.
വേറെ ആരിലും വിശ്വസിച്ചിട്ട് കാര്യമൊന്നുമില്ല, യേശുവിൽ വിശ്വസിക്കണം. ആ യേശുവിൽ വിശ്വാസം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് വചനത്തിലൂടെ നമ്മൾ നിരന്തരം പഠിപ്പിച്ച് നമ്മളെ യേശുവിൽ വിശ്വസിക്കണ്ട എന്ന് പറയുന്ന ആ എല്ലാ തരത്തിലും അശുദ്ധികളെ നമ്മൾ ഇന്ന് ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വചനം നമ്മൾ നിരന്തരം നമ്മൾ ധ്യാനിക്കുമ്പോഴാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെയധികം ദൈവത്തിനോട് സമർപ്പിതമായിട്ടുള്ളൊരു ജീവിതം. ദൈവമേ ശരണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് പറയുന്ന ഒരു ജീവിതം നമ്മൾ കരിപ്പിടിപ്പിച്ചില്ല എങ്കിൽ നമ്മളെ നിത്യതയിലേക്കുള്ള യാത്ര ചിലപ്പോൾ അത് ഫലപൂർത്തി വരാതെ വരും. അപ്പോൾ ആ നിത്യതയിലേക്കുള്ള യാത്ര ഫലപൂർത്തി വരണമെങ്കിൽ, കാരണം ഇവൻ അസൂയ കൊണ്ട് നടക്കണം ഇവിടെ. അസൂയ, ആരും നന്നാകരുത്, അവനും അവസാനം അവനും തന്നെ നിരാശപ്പെട്ട് ചാകും. അങ്ങനെയുള്ള ഇപ്പോൾ യൂദാസിനെ പറ്റി അങ്ങനെയല്ലേ. യൂദാസ് വലിയ വിചാരിച്ച് അവൻ, അതായത് യൂദാസിൻ്റെ ചിന്ത എന്താണെന്ന് വെച്ചാൽ പിശാചിന് അടിമയായിപ്പോയത് കൊണ്ടാണ് അവനങ്ങനെ സംഭവിച്ചത്. അവനങ്ങനെ അടിമയായിപ്പോയിട്ട് അവൻ പിന്നെ അവസാനം ഒരു നിരാശപ്പെട്ടവനായിട്ട് ദൈവം എന്നെ രക്ഷിക്കില്ല, സഹായിക്കില്ല എന്നുള്ളൊരു മൂടുപടം പോലെ, അല്ലെങ്കിൽ അവൻ്റെ കണ്ണ് അല്ലെങ്കിൽ ചിന്ത മുഴുവനും അന്ധമായിപ്പോയി. അവൻ ദൈവത്തിൽ ആശ്രയിച്ചൊന്നുമില്ല. ദൈവത്തിൽ ആശ്രയിക്കണം എപ്പോഴും. ഏത് കുഴി കിടക്കണവനാണെങ്കിലും എപ്പോഴും വിളിക്കേണ്ടത് ഈ റോമക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യമുണ്ട്. കർത്താവായ യേശുവിനെ വിളിച്ചപേക്ഷിക്കുക, നീ രക്ഷപ്പെടും എന്നാണ് പറയുന്നത്. കർത്താവായ യേശുവിനെ വിളിച്ചപേക്ഷിക്കുക, കോൾ ഔട്ട് ദ നെയിം ഓഫ് ദ ലോർഡ് യു വിൽ ബി സേവ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ വചനം അനുസരിച്ച് നമ്മളെപ്പോഴും എവിടെയാണെങ്കിൽ വിളിച്ചു കൊള്ളണം. നമ്മൾ ഏത് പാപക്കുഴിയിലോ നരകക്കുഴിയിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ നമ്മൾ വിളിക്കണം. വിളിക്കാനായിട്ടൊരു ലജ്ജ തോന്നരുത്. സംശയിക്കുകയും ചെയ്യരുത്. സംശയമാണ്, സംശയമൊക്കെ ഭയങ്കര ഇഷ്ടമല്ലെന്ന് നമുക്കറിയാം. തോമസ് ലിയോനോട് പറഞ്ഞ അങ്ങനെയല്ലേ, നീ സംശയം മാറ്റിയിട്ട് നീ വിശ്വസിക്കുക. കാണാതെ വിശ്വസിക്കുന്നവനാണ് ഭാഗ്യവാൻ, പിന്നെ നീ കണ്ടതുകൊണ്ട് തന്നെ വിശ്വസിച്ചു എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ ഓർക്കുന്നുണ്ട്. അത് ഉയർത്തെഴുന്നേറ്റ യേശുവാണ് പറയണമെന്ന് ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ പിശാചിൻ്റെ അസൂയ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അസൂയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ വളരുന്നത് കാണുന്നത് ഭയങ്കര വിഷമം. ഇത് നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് ഇതിനൊരു വിടുതൽ കിട്ടണം. ഒരു ദുരാത്മാവ് നമ്മൾ കയറിയതുകൊണ്ടാണ് നമുക്ക് ആ ചിന്ത തന്നെ. ഒരാൾ നന്നാകുന്നവർ, നന്നായി പറയുന്നത്, നന്നായി ചെയ്യുന്നത്, നന്നായി വളരുന്നത്, വിശുദ്ധിയിൽ വളരുന്നത്, ഇതൊക്കെ കാണുമ്പോൾ അസൂയ തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഈ പിശാച് സ്വർഗത്തിലായിരുന്നപ്പോൾ ദൈവത്തിനങ്ങോട് ആരാധന സ്തുതിയും കിട്ടണുണ്ടപ്പോൾ അവൻ അസൂയ, അത് ഞാൻ മേടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പുറപ്പാട്. ഉടനെ ദൈവം അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പുറത്താക്കി. അങ്ങനെയാണ് നമ്മൾ ആ സംഭവം മനസ്സിലാക്കുന്നത്. ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് അങ്ങനെ എന്ന് പറഞ്ഞ പോലെ അവനെ ഈ ഭൂമിയിൽ നിന്നിട്ടും ചെയ്യണം അത് തന്നെയാണ്. അതായത് ഒരിക്കലും നന്നായി ജീവിക്കുന്നത് കാണാൻ പാടില്ല. നമ്മൾ നന്നായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടാണ്. അല്ല, നമ്മൾ നന്നായി ജീവിക്കുന്നത് ദൈവത്തിൻ്റെ സഹായം കൊണ്ടാണ്, കർത്താവിൻ്റെ സഹായം കൊണ്ട്. നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ, ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിൽ. എനിക്ക് തോന്നുന്നത് 121 സങ്കീർത്തനത്തിലാണ് അങ്ങനെ പറയണമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിലാണ്. അപ്പോൾ ആ ദൈവത്തിൽ ആശ്രയിച്ച് പോകരുത് എന്നാണ് ആദത്തിനെ ഹവ്വായും പഠിപ്പിച്ചതെന്ന് നമ്മളെപ്പോഴും മറന്നു പോകരുത്. പലപ്പോഴും ഞാൻ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ മനസ്സിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളൊരു വചനമാണത്. അപ്പോൾ അതുകൊണ്ട് അവൻ അതിൽ നിന്ന് നമ്മളെ തട്ടി, അസൂയ കൊണ്ടാണ്. അപ്പോൾ അസൂയ നിമിത്തമാണ് ഈ ലോകത്തിൽ മരണം വന്നതെന്നാണ് പറയുന്നത്. കാരണം രോഗവും മരണവും ഒക്കെ വരുന്നത് പിശാചിൻ്റെ സ്വാധീനത്തിൽപ്പെടുമ്പോഴാണ്. അപ്പം അതുകൊണ്ടാണ് ജാഗരൂകത എന്ന് പറയുന്നൊരു സംഭവം നമ്മളോട് ഈശോ എപ്പോഴും ഓർമ്മിപ്പിച്ചു തരുന്നത്. അപ്പോൾ ജാഗരൂകത ഇല്ലാതെ വന്നാൽ ലൂക്ക 21:34 ജാഗരൂകത നമുക്ക് വേണം. ജാഗരൂകത നമുക്ക് ഉണ്ടായാൽ ഇവനാണോ വരുന്നതെന്ന്. പക്ഷേ ഈ ജാഗരൂകത നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് വേണമെങ്കിൽ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. പ്രാർത്ഥനാ ജീവിതം എന്ന് വെച്ചാൽ ദൈവമേ ഈശോയെ എന്നെ സഹായിക്കണം, ഓരോ കാര്യത്തിലും സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ളൊരു എളിമപ്പെട്ടൊരു ജീവിതം നയിക്കാൻ നമ്മൾ മനസ്സിലാവുന്നു. ഇപ്പോൾ വിശുദ്ധന്മാർ വിശുദ്ധരായെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ നിരന്തരം യേശുവിനെ വിളിച്ചുകൊണ്ട് ജീവിച്ചവരാണ്. അതുകൊണ്ട് അവർ വിശുദ്ധിയോടെ വാഴിച്ചത്. എത്ര പിശാചിൻ്റെ അടി ഉണ്ടായാലും അതിൽ നിന്നൊക്കെ അതിജീവിക്കാൻ പറ്റിയ വിധത്തിൽ ദൈവം പരിശുദ്ധാത്മ ശക്തി തന്ന അവർ അതിനെയൊക്കെ അതിജീവിച്ച് ഒരിക്കലും നിരാശപ്പെടാതെ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ വർക്ക് ചെയ്യുന്നു. പത്രോസ്ലിയ മരിച്ചത് എങ്ങനെയാണ്, പൗലോസ്ലിയ മരിച്ചത് എങ്ങനെയാണ്? അവരൊക്കെ പത്രോസ്ലിയ മരിച്ചത് തലകീഴായിട്ട് മരിച്ചെന്ന് പറയണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
അവർക്ക് ആ പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോൾ മരണത്തിനെ അവർ ഒരു രക്ഷയുടെ ഭാഗമായിട്ട് കണ്ടു. ഈശോ ഉണ്ടല്ലോ മരിച്ചു, പക്ഷേ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. കാരണം ദൈവിഷ്ടം പൂർത്തിയാക്കിയുള്ള മരണമാണത്. കാരണം സ്വയം മരിക്കുന്നതല്ല അത് ഈ ദൈവത്തിനെ പ്രഖ്യാപിച്ചത് കൊണ്ട് മരിക്കുന്ന ഒരു സംഭവമാണ്. ദൈവത്തിനെ പ്രഖ്യാപിക്കുമ്പോൾ മരിക്കുന്ന മരണവും നമ്മുടെ ജീവിതത്തിൽ സ്വയം അവതാളത്തിലാക്കി കൊല്ലുന്ന ഒരു ജീവിതമുണ്ട്. അതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അതിനാണ് അഹങ്കാരം. അത് അപ്പോൾ നമ്മൾ രണ്ടും തിരിച്ചറിയണം. നമ്മൾ ഈശോയുടെ വിശ്വാസം പ്രഖ്യാപിച്ചിട്ട് ഈശോയോടുള്ള ആ ബന്ധം പ്രഖ്യാപിച്ചുകൊണ്ടൊരു മരണമുണ്ട്. അതിനു വേണ്ടി നടക്കുന്ന ഒരു മരണമൊക്കെ ഉണ്ട്. അതാണ് ഇപ്പം നീറോ ചക്രവർത്തിക്ക് ചോദിച്ചതല്ലേ, നീ വിശ്വാസം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പത്രോസ്ലീഹാനെ ഞാൻ കൊല്ലില്ല എന്ന് പറഞ്ഞു. പക്ഷേ പത്രോസ്ലീഹ ഞാൻ ഒരിക്കലും എൻ്റെ ഗുരുവിനെ ഇനി നിഷേധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മരിച്ച പോലെ എന്നെ കൊല്ലണ്ട, എന്നെ തലകീഴാക്കി കൊന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് മരണത്തെ മുഖാഭിമുഖം കാണുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു രക്തസാക്ഷിത്വം വരിച്ച ജീവിതം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നീ നിൻ്റെ കുരിശുമെടുത്തൻ്റെ പിന്നാലെ വരിക. തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തുന്നവൻ എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തണം, ഈശോയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തണം, ഈശോയുടെ ദൈവരാജ്യത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തണം, ഈശോയുടെ സുവിശേഷത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തണം. അങ്ങനെ നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടും എന്നാണ് ഈശോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ സംഭവിക്കും. നമ്മൾ വിശുദ്ധരാണ്. അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സത്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് വരണമെങ്കിൽ പിശാചിൻ്റെ അസൂയ നിമിത്തം അത് സംഭവിക്കില്ല. പിശാചിൻ്റെ ഭയങ്കര അസൂയുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ ആയിത്തീരരുത് എന്ന് പറയുന്നൊരു അസൂയ അവൻ ഇവിടെ നടമാടുന്നുണ്ട്. അവൻ്റെ ആ ഒരു ദുരാത്മാവിൻ്റെ സംഭവം അത് നമ്മൾ ശരിക്കും നല്ല ആത്മീയ മനുഷ്യരുമായിട്ടാണ് കൂട്ടുപിടിക്കേണ്ടത്. അതായത് ഈശോയിൽ വിശ്വസിക്കുകയും അതുവഴി പരിശുദ്ധാത്മാവിനോട് നിറഞ്ഞ് ജീവിക്കുന്ന ഒരു സമൂഹമുണ്ട് ഇവിടെ. അതിനെ നമ്മൾ കണ്ടെത്തുകയും അവരുടെ കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്യണം. അല്ലാണ്ട് ഈ ലോക കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ പുറകെ നടന്ന് അതിൻ്റെ വലിയ ആളുന്ന അതുകൊണ്ട് ഈ ലോകത്തിൽ ചിലപ്പോൾ കുറേ നേട്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നിത്യത എന്ന് പറയുന്ന നമുക്ക് വേണ്ടി ദൈവം അനശ്വരത വെച്ചിട്ടുണ്ട്. ദൈവം അതാണ് ഈ പുസ്തകത്തിൽ, ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്പോൾ പറയുന്ന സംഭവം അതാണ്. അനശ്വരത വെച്ചിട്ടുണ്ട്. അനശ്വരത നമുക്ക് മേടിച്ചെടുക്കണം. ഇനി പിന്നെ സുവിശേഷത്തിലോട്ട് പ്രവേശിക്കാം. പിന്നത്തെ റെസ്പോൺസ് പറയുക, അല്ലെങ്കിൽ പ്രതിവചന സങ്കീർത്തനം പറഞ്ഞാൽ, ഐ വിൽ എക്സ്റ്റോൾ യു ലോർഡ് ഫോർ യു ഹാവ് റേസ്ഡ് മീ അപ്പ്. എന്നെ അവിടെ നിന്ന് രക്ഷിച്ചു, ഞാൻ അതുകൊണ്ട് അങ്ങയെ സ്തുതിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എൻ്റെ സങ്കടങ്ങൾ മുഴുവനും അങ്ങ് ഒരു നൃത്തമാക്കി മാറ്റി എന്ന് പറയുന്ന ഒരു വചനം കൂടി ഈ സങ്കീർത്തനം 30 പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊറിന്ത്യക്കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം, കൊറിന്ത്യക്കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായം 7 മുതൽ 9 വരെയും പിന്നെ 13, 15 വരെയൊക്കെയുള്ള വചനങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുതരം വിശുദ്ധ പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ തന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ളൊരു ചിന്തയാണ് ഇവിടെ തരുന്നത്. നമ്മളില്ലാത്തവരുമായി പങ്കുവയ്ക്കണമെന്നുള്ളൊരു ചിന്തയാണ് ഇവിടെ തരുന്നത്. അപ്പോൾ അത് ശരിക്കും ആത്മാവ് നിറഞ്ഞാലേ ആ ഒരു ചിന്ത വരുള്ളൂ നമുക്ക്. ഈ ലോകാരൂപം വന്നു കഴിഞ്ഞാൽ കിട്ടിയത് പോരാ എന്ന് തോന്നിപ്പോവും. പിന്നെ ഞാൻ അടുത്തതിൽ പിന്നെ ഈ സുവിശേഷ അല്ലേലിയ വചനം അല്ലെങ്കിൽ ഗോസ്പൽ അക്ലമേഷൻ വചനമായിട്ടിവിടെ പറഞ്ഞിരിക്കും. 2 തിമോത്തിക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിലെ 1-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. അവർ സേവിയർ ജീസസ് ക്രൈസ്റ്റ് ഹാസ് അബോളിഷ്ഡ് ഡെത്ത്. അതായത് ഈശോ മിശിഹ നമ്മുടെ മരണത്തെ അവസാനിപ്പിച്ചു, നമുക്ക് ജീവൻ തന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം മുഴുവനും നമ്മുടെ ജീവിതം അനശ്വരമാക്കണം എന്നുള്ളതാണ്. അതാണ് ഈശോയുടെ ആഗ്രഹം. ഈശോയുടെ വന്നതിൻ്റെ രക്ഷ എന്നൊക്കെ പറഞ്ഞതാണ്. നമ്മളിവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു എന്നതിലേക്കാളുപരി നമുക്ക് നമ്മുടെ ജീവിതം ഇവിടെ നിന്ന് ഈശോ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിരിക്കുന്നത് പോലെ നമ്മളും അവിടെ ചെല്ലണം, വിശുദ്ധ സമൂഹത്തിൽ പെടണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, അതാണ് ഈശോയുടെ ആഗ്രഹം. അതിനാണ് ഈശോ നമുക്ക് ആത്മാവിനെ കൊണ്ട് നിറയണമെന്ന് എപ്പോഴും പറയണതിൻ്റെ കാര്യം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറും. ഇല്ലെങ്കിൽ പിശാചിൻ്റെ മക്കളായിട്ട് മാറും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ.
അപ്പോൾ അത് പിന്നെ മാർക്കോസിൻ്റെ സുവിശേഷം 5-21-43 ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ സംഭവം, ഈ സിനഗോഗ് അധികാരിയായ ഒരു ജൈറസിൻ്റെ മോള്, അവൾ മരണാസന്നയായി കിടക്കുന്നു. അപ്പം അതുകൊണ്ട് കാല് പിടിച്ച് അപേക്ഷിക്കണം ജൈറസ് വന്നിട്ട്, എൻ്റെ മോള് ഇങ്ങനെ മരണാവസ്ഥയിലാണ്, രക്ഷിക്കണമെന്ന് പറയുന്ന സംഭവമാണ് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷം 5-21-43 വരെ. അപ്പോൾ അതിൽ ആ സംഭവം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജൈറസിൻ്റെ ആ പ്രാർത്ഥന ആണ്, ജൈറസിൻ്റെ ആ വിശ്വാസ പ്രഖ്യാപനമാണ്. അതായത് കർത്താവെ നീ വന്ന് അവൻ്റെ ആ ഇതൊക്കെ കാണണം, അവൻ്റെ എന്താണ് പറയുക, അവൻ്റെ ഈ ശാരീരികമായ ഭാഷയുണ്ട് അവൻ്റെ. ഫെൽ അറ്റ് ഹിസ് ഫീറ്റ് എന്ന് പറയുന്നത്, അദ്ദേഹം അവൻ്റെ മുട്ടുമേൽ വീണ് ഈശോയുടെ മുമ്പിൽ. അപ്പം നമുക്ക് ഈ മുട്ടുകുത്താനൊക്കെ ഒരു മടി തോന്നരുത്. നമ്മൾ ശരിക്കും നമ്മൾ ഓരോരോ ആവശ്യങ്ങളൊക്കെ ഈ ജൈറസ് അവതരിപ്പിച്ച പോലെ അവതരിപ്പിക്കുന്നത് ഈശോ അത് കാണും. നമ്മുടെ ഹൃദയങ്ങളെപ്പോഴും പരിശോധിക്കുന്നവനാണ് ദൈവം, നമ്മൾ കേട്ടിട്ടില്ല. അതുപോലെ നമ്മുടെ ഈ ഓരോ ചേഷ്ടകളൊക്കെ അവിടെ ശ്രദ്ധിക്കും. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചേഷ്ടകൾ, നമ്മളെന്തൊക്കെയാണ് ചെയ്തു കൂട്ടണമെന്നൊക്കെ. ആ പള്ളിയിലൊക്കെ കൂടി ഇങ്ങനെ പോകുമ്പോഴൊക്കെ നമ്മളൊക്കെ സൂക്ഷിച്ച് ഒരു ദൈവത്തിൻ്റെ ആലയത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നൊക്കെ. ചിലവരൊക്കെ പള്ളിയുടെ മുമ്പിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ പിതാവിനും പുത്രനൊക്കെ, അതൊക്കെ ദൈവം കാണുന്നുണ്ട്, ദൈവം അറിയുന്നു. അതിനൊക്കത്തിന് സമ്മാനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ. അപ്പോൾ ഇവൻ കാല് പിടിച്ച് അപേക്ഷിച്ചെന്നൊക്കെ നമ്മൾ പറയില്ല, എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ്ലി എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതാണ്. ഈശോ ഭയങ്കര ബഹളത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവൻ ജൈറസ് ഓടിച്ചെന്ന്, പരിവാരത്തോട് ഓടിച്ചെന്ന് ഈശോയുടെ മുമ്പിൽ വന്നു. ആരൊക്കെ എന്ത് പറഞ്ഞാലും സിനഗോഗ് അധികാരി എന്ന് പറയുമ്പോൾ വലിയ ആളാണ്. ഒരു തച്ചൻ്റെ മകൻ എന്നൊക്കെ പറയുന്ന ഈശോയുടെ മുമ്പിൽ അങ്ങനെ മുട്ടുകുത്തിയൊക്കെ കഴിഞ്ഞാൽ അവരുടെ ഇടയിലൊരു ഭയങ്കര പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. കാരണം സിനഗോഗ് അധികാരി എന്ന് പറയുമ്പോൾ ഈശോനെ ഇങ്ങനെ അംഗീകരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈശോയിലുള്ള ദൈവികതയും ഈശോ ദൈവമായിട്ട് കണ്ടുകൊണ്ട് അവൻ വന്ന് കാല് പിടിച്ച, കാരണം ഈശോ പറഞ്ഞാൽ എൻ്റെ മോള് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരും എന്നുള്ളതാണ്. ആ ഒരു സന്ദേശമാണ് ഇതിൽ പ്രധാനമായിട്ട് ഊന്നി പറയുന്നത്. ഇതിനിടയ്ക്ക് ഈ ബഹളത്തിൽ ഞാനിന്ന് വീട്ടിലോട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര മരണക്കരച്ചിലൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈശോ അവിടെ പറയുന്നുണ്ട്, അവൾ ഉറങ്ങിയാണ്, അവൾ മരിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ കിടന്ന് വെറുതെ വലിയ ബഹളങ്ങളൊന്നും കാണിക്കൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ അവരൊക്കെ ചിരിക്കുമെന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്. നമ്മൾ ദൈവത്തെ പരിഹസിക്കുമ്പോൾ, ദൈവത്തിന് വിലയില്ലാതെ കാണുമ്പോൾ, ദൈവത്തിൻ്റെ വാക്കിന് വലിയ വില കൽപ്പിക്കാതിരിക്കുമ്പോൾ, അത് പിശാചിൻ്റെ പ്രേരണ കൊണ്ട് വരുന്ന ഒരു പെരുമാറ്റ രീതിയാണത്. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ കുമ്പസാരത്തിന് ഓടിയണഞ്ഞ് കുമ്പസാരിച്ച് അതിൽ നിന്നൊക്കെ വിടുതൽ പാടിക്കണം. ദൈവം പറയുന്നതൊക്കെ ഗൗരവമായിട്ടെടുക്കണം. ഗൗരവമായിട്ടെടുക്കാതിരുന്ന ഒരവസ്ഥയാണല്ലോ ആദത്തിന് ഹവായിക്കാൻ പറ്റിയത്. കഴിക്കരുതെന്ന് പറഞ്ഞാൽ കഴിച്ചു, അത് ഗൗരവമായിട്ടെടുക്കാത്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ സക്രിയാസ് പുരോഹിതൻ ഈ വയസ്സാം കാലത്ത് ഉണ്ടാകില്ല എന്നുള്ളൊരു ചിന്ത, അത് ദൈവം തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ആ ഒരു വിശ്വാസമാണ് നമ്മൾ വളർത്തേണ്ടത്. ദൈവത്തിൻ്റെ വചനം അതേപടി സംഭവിക്കുക എന്നുള്ളൊരു വലിയ വിശ്വാസമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പോകുന്ന സമയത്ത് ഈ മകള്, അതായത് ജൈറസിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ യാത്ര സമയത്ത് ഇഷ്ടംപോലെ ആ ജനങ്ങൾ കൂടിയിരിക്കുന്ന ആ സമയത്തൊരു മകൾക്ക് 12 വർഷത്തോളമായി രക്തസ്രാവം പിടിപെട്ടു. അവൾ രക്തസ്രാവം എന്ന് വെച്ചാൽ രക്തം ഇങ്ങനെ വാർന്നൊലിച്ച് കഴിഞ്ഞാൽ ഒരാൾ മരിക്കും, തീർച്ചയായിട്ടും മരിക്കും. അവർ മരണത്തിൻ്റെ വക്കത്തിലേക്ക് എത്തി. കാരണം ചികിത്സിച്ചിട്ട് അവൾ മാറ്റത്തു. പക്ഷെ അവൾക്കൊരു വിശ്വാസമുണ്ട്. അവൾ പറഞ്ഞ് ഈശോയുടെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ മതി, ഞാൻ എൻ്റെ അസുഖം മാറും എന്നുള്ളൊരു വലിയ വിശ്വാസമാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞതാണ്, നിൻ്റെ മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചെന്നാണ്. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. അപ്പോൾ ഇതേപോലെ അടിക്കണം നമ്മൾ കുർബാനയ്ക്ക് വരുമ്പോഴും, നമ്മൾ കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുത്തുമ്പോഴും, നമ്മൾ ഓരോ നിമിഷവും ഓരോരോ കാര്യത്തിലൊക്കെ നീങ്ങുമ്പോഴൊക്കെ നമ്മൾ നിരന്തരം ഈശോയെ വാരിപ്പിടിക്കാനുള്ളൊരു വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതവും വ്യക്തിപരമായ ഈശോ ബന്ധവും നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാം. ഒരു നിമിഷം നമ്മൾ ഈശോനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ ചിലപ്പോൾ പിശാച് വേണമെങ്കിൽ കയറി അടിക്കാം, നിർബന്ധമില്ല. പക്ഷേ എങ്കിലും ഈശോ ഉണ്ടെന്ന് പറയുമ്പോൾ ആ വശത്തേക്ക് അവൻ അടുക്കില്ല. നമ്മളെ ഉണർന്നിരിക്കുന്നവരെ കള്ളം വീട്ടിൽ കയറാൻ നോക്കില്ല.
അല്ലെങ്കിൽ പിന്നെ അവനും അതിന് പറ്റിയ നമ്മളെ തകർക്കാൻ പറ്റിയ മാരകായുധങ്ങളൊക്കെ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ആത്മീയ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ജീവിതത്തിന് നമ്മൾ ഈശോയോട് കൂടി ആയിരിക്കുക. മുന്തിരിച്ചെടിയും ശാഖയും പോലുള്ള ബന്ധം പോലെ നമ്മൾ ശാഖകളാണ്, ഈശോ മുന്തിരിച്ചെടിയാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ചെടിമേലൊന്നും പിശാചിന് തൊടാൻ പറ്റത്തില്ല. അത് അത്രയ്ക്കും ബന്ധമാണ്. എന്ന് വെച്ചാൽ നിരന്തരം ഈശോ വിളി നമ്മുടെ. അതുകൊണ്ടാണ് വീട്ടിൽ പ്രാർത്ഥന വേണം, നടക്കുമ്പോൾ പ്രാർത്ഥന വേണം, അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോയി ഈശോയെ നമ്മൾ ഉള്ളിൽ സ്വീകരിച്ച് വെച്ചിരിക്കണം, വചനം നമ്മൾ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് ഒരു ആത്മീയമായ ജീവിതത്തിൻ്റെ വഴി. ഇതല്ലാതെ വേറെ വഴിയൊന്നും രക്ഷയ്ക്കായിട്ട് നമുക്ക് തന്നിട്ടില്ല. ദൈവം നമുക്ക് കാണിച്ചു തന്ന വഴി അതാണ്. അതാണ് ഈശോയുടെ വഴിയിലോട്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഈശോ കാണിച്ചു തരുന്നൊരു വഴി അതാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മുന്നേറാം. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് മരണത്തിൻ്റെ ദൈവമല്ല. മരണം ഇവിടെ വന്നത് പിശാചിൻ്റെ അസൂയ നിമിത്തമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം ഇതാണ് 24-ാമത്തെ വാക്യം പഠിക്കുന്ന പോലെ. അപ്പോൾ പിശാചിൻ്റെ ഉണ്ട്, അവൻ്റെ അസൂയ കൊണ്ട് അവൻ നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഷാഠ്യം കൊണ്ട് ഇങ്ങനെ നടക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ ഈ സുവിശേഷം മറ്റുള്ളവരോട് പറയാനും പഠിക്കരുത്. ഇത് നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ പഠിപ്പിക്കണം. എവിടെയൊക്കെ നമുക്ക് ചാൻസ് കിട്ടണം അവിടെയൊക്കെ പറയാൻ നോക്കണം. അതിന് ഈശോയോട് ചോദിക്കണം, ഈശോയെ ഇതൊന്ന് പറയാൻ എനിക്ക് ശക്തി തരണേ, കഴിയുമെന്ന് എന്നൊക്കെ, നാണം തോന്നരുത് എന്നൊക്കെ പറയണം. അപ്പോൾ ഈശോ അത് മാറ്റിത്തരും. ചോദിക്കുവിൻ നൽകപ്പെടും എന്നുള്ള വചനം ഒരിക്കലും മറന്നു വരുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.